എന്ത് ഞാൻ വേണോ? ഞാൻ വേണോന്നോ? താൻ വേണം. തന്നെ പിടിക്കണ്ടേ? വീഡിയോ പിടിക്കണ്ടേ? കുഴപ്പമില്ല. കുഴപ്പമില്ല. ആർക്കും കുഴപ്പമില്ലെന്ന് എനിക്ക് കുഴപ്പമില്ല. അപ്പൊ ഇതാരെ അവതാരം എന്ന് മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായോ ഈ അവതാരം ഏതാണ്? എന്നെ മോചിപ്പിക്കാനായിട്ട് വന്ന അവതാരമാണ്. ഞാനായിരുന്നു ഇവളുടെ എന്താ പറയാ, എല്ലാത്തിനും ഉള്ളൊരു ആയുധം ഞാനായിരുന്നു. അതെ അതെ, വീഡിയോ എടുക്കുന്നേ അല്ലേ? ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടുണ്ട്. ദിവ്യയുടെ അനീതി വന്നിട്ടുണ്ട്. ഇനി ഫുള്ള് ചേച്ചി അനീത്തിയുടെ അടിപൊളി ആയിക്കോ. ഞാൻ പോവുകയാണ്. അപ്പൊ ശരി, ബൈ ബൈ. അയ്യോ കിച്ചാമണി പെട്ടു. അപ്പൊ കിച്ചാമണി എന്നാണല്ലോ നമ്മുടെ പെറ്റ് നെയിം ഇവളുടെ. കിച്ചാമണി. ചേച്ചിയുടെ പെറ്റ് നെയിം എന്നാ? ഇത്രയൊക്കെ പറ്റുള്ളൂ. എന്നാന്ന് ഉറക്കം പറഞ്ഞു. അപ്പൊ ഇതാരാന്ന് മനസ്സിലായല്ലോ. എന്റെ അനിയത്തിയാണ്. എനിക്ക് ആറ്റുനോറ്റുണ്ടായ ഒരു അനിയത്തിയാണ്. അപ്പൊ ഇതെനിക്ക് ആറ്റുനോറ്റുണ്ടായ എന്റെ അനിയത്തിയാണ്. എന്റെ അനിയത്തി ഇപ്പൊ എന്ത് ചെയ്യുന്നു? ആദ്യം അനിയത്തിന്റെ പേര് പറ. ദിവ്യ ദീപ്തി. ആ ഒരു പ്രാസത്തിന് ഇട്ടതാണ്. ഞാനും കൂടെ കൂടി കേട്ടോ പേരിട്ടത്. ഞങ്ങൾ തമ്മിൽ ഏകദേശം ഒരു 11 വയസ്സിന്റെ വ്യത്യാസമാണുള്ളത്. ഇപ്പൊ എന്ത് ചെയ്യുന്നു ദീപ്തി? 10th വെക്കേഷൻ. 10th വെക്കേഷൻ വെച്ച് അടിച്ച് പൊളിക്കാൻ വന്നാട്ടോ എൻ്റെ കൂടെ. അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? പൊളിക്കണം. പൊളിക്കണം. ഇപ്പൊ തന്നെ വെക്കേഷൻ പകുതി ആയല്ലോ. ഇനിയിപ്പോ എന്നാ പ്ലാൻ മെയിനായിട്ടും? വെക്കേഷൻ നേരത്താ? പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. അങ്ങനെയൊക്കെ ഇങ്ങ് പോന്ന്. ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ ഞാനിവളും തമ്മിൽ എങ്ങനെയാന്ന്. മീൻസ് ഞങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. പക്ഷെ ഒരു കാര്യം ഒരേപോലെയാണ്. ഞങ്ങളുടെ ഹോബി ഒന്നാണ്. ആർട്ടാണ് ഞങ്ങളുടെ ഹോബി. വരയ്ക്കാൻ ഒത്തിരി ഇഷ്ടമാണ് അല്ലേ? ശരി. ഇനി ഏതാ +1 എന്നാ പ്ലാൻ? ആദ്യം മാർക്ക് എങ്ങനെയാ? മാർക്കിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ എങ്ങനെയാ? ഭയങ്കര മാർക്കായിരിക്കോ? ഞാനൊക്കെ ചെട്ടോ. കുറിച്ചൊന്നും അറിയത്തില്ല. അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. പാവം കൊച്ചേട്ടോ. ഇങ്ങനെയൊക്കെ ജീവിച്ചു പോട്ടെ എന്നല്ലേ. ഒരു പ്രകാരത്തിന് ഇപ്പം ശ്വാസം മുട്ടി അടക്കി പിടിച്ചാട്ടോ ഇവിടെ ഇരിക്കുന്നത് തന്നെ. ക്യാമറ കണ്ട ഓടുന്ന ആളായിരുന്നു. അപ്പോൾ ആകെ മൊത്തം ടെൻഷൻ അടിച്ചിരിക്കുകയാണല്ലോ. എന്നെ എങ്ങനെ ഫേമസ്? എനിക്ക് ഫേമസ് ആവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് അല്ലേ? അതെ അതെ. എന്നെ വെറുതെ വിട് വായിന്നൊക്കെ. സാരില്ല, എല്ലാം ശരിയാവും കേട്ടോ. നമുക്ക് ഈ വെക്കേഷൻ ടൈമിൽ നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെന്നാ വേറെ എന്നാ വിശേഷം? എത്ര നാളായിട്ട് നിന്നിങ്ങനെ അടുത്ത് കിട്ടിയിട്ട്? ഒന്ന് ഞാൻ വരുമ്പോൾ ഇവൾക്ക് ഫുൾ ടൈം തിരക്കായിരുന്നു കേട്ടോ. 10th എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എക്സാമിൻ്റെ തിരക്കായിരുന്നു. അപ്പോൾ ഇവളെ കാണാൻ കിട്ടാറില്ലായിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കും പലവിധ തിരക്കുകളായിട്ട് ഞാൻ വീട്ടിൽ പോയാലും ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോയാലും അധികം നിൽക്കാനൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ നമ്മുടെ ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ട് നമുക്കങ്ങനെ അധികം സമയം കിട്ടാറില്ല. അപ്പം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ദിവസങ്ങൾ വളരെ കുറവായിരുന്നു ഈയിടെയായിട്ട് അല്ലേ? ഇപ്പോഴാണ് ഒന്ന് ഒരുമിച്ച് നിൽക്കാനുള്ളൊരു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിള്ളേരൊക്കെ +1 ഒക്കെ കഴിഞ്ഞ് പിന്നെ പിടിച്ചാൽ കിട്ടുമോ? പിന്നെ നമ്മളൊക്കെ മൈൻഡ് ചെയ്യുമോ അല്ലേ? ഫ്രണ്ട്സായി, അങ്ങനെ കോളേജായി. അങ്ങനെയൊന്നുമില്ല. കൊച്ചു പാവം കൊച്ചാട്ടോ. എന്നെപ്പോലെ ഒന്നുമില്ല, പാവമാണ് അല്ലേ? ഞാനാ ഭയങ്കര വീട്ടിലത്തെ. അങ്ങനെയില്ല. നീ എന്നെ പറ്റി ഒന്ന് പറഞ്ഞു 2 നല്ല വാക്ക് പറ. പാവമാണ്. ഞാൻ ഒന്നും മേടിച്ചിരായിരുന്നു പോകുന്നില്ല. നീ ഉള്ളപോലെ പറഞ്ഞു. അല്ല, പാവമാണ്. ഇടയ്ക്ക് ഇച്ചിരി ദേഷ്യം വരും. കച്ചറി കളിപ്പത്തിയാവും. അത്രയൊക്കെ ഉള്ളൂ. പാവം കേട്ടോ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാട്ടോ ഇവളുണ്ടായത്. എനിക്കൊരു അനിയത്തി വേണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എപ്പോഴും ഇങ്ങനെ വീട്ടിലിരുന്ന് പറിച്ചിലായിരുന്നു. അനിയനോ ആരെങ്കിലും ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞാൻ 7th പഠിക്കുമ്പോഴാണ് ഇവളുണ്ടായത്. അപ്പോൾ ഇവൾ ആൺകൊച്ചാണെങ്കിലും ഞാൻ ദീപക് എന്ന് പേരിടാൻ വേണ്ടി ഇരുന്ന പെൺകൊച്ചായതുകൊണ്ട് ദീപ്തി എന്നിട്ടു. മറ്റേ സീരിയലിലെ ദീപ്തിയാണോ? ദീപ്തി IPS അല്ല, പാങ്കൊച്ചാട്ടോ. ഇത് IPS ദീപ്തി ഒന്നുമല്ല, വെറും ദീപ്തിയാണ് അല്ലേ? പാവം. എന്താണ് എണീറ്റ് ഓടാൻ തോന്നുന്നുണ്ടോ? ഒന്നുമില്ല. എന്താണ്? അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ? പ്രേക്ഷകരോട് എന്തിനും പറയാനുണ്ടോ? ഇല്ല, ഒന്നും പറയാനില്ല.
അപ്പോൾ ശരി, എൻ്റെ അനിയത്തിയെ പരിചയപ്പെട്ടില്ല. ഇനി ഇങ്ങനെ ഓരോന്നായിട്ട് ഇനി ഒരു ദിവസം എൻ്റെ പപ്പ, എൻ്റെ മമ്മി, അങ്ങനെ ഓരോരുത്തരായിട്ട് എല്ലാവരും ഇങ്ങനെ ക്യാമറയോട് കുറച്ച് ഷൈ ഉള്ള ടൈപ്പ് ആളുകളാണ് കേട്ടോ. അപ്പോൾ ഇവളെ എൻ്റെ കൈ കിട്ടിയത് ഇപ്പോഴാണ്. അപ്പം ഞാൻ പിടിയാലെ പിടിക്കുമായിരുന്നു അല്ലേ. ഒത്തിരി ഒരു കമൻറ്റ് ചെയ്യാനുണ്ടോ വീട്ടുകാരെ കാണിക്കണം, വീട് കാണിക്കണം, അനിയത്തെ കാണിക്കണം, പപ്പ മമ്മി എല്ലാവരും കാണിക്കണം എന്ന്. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് അല്ലേ. പിന്നല്ല. അപ്പോൾ ബൈ ബൈ.